ചെറിയ പെരുന്നാളിനെ വരവേൽക്കുവാൻ നാടും നഗരവും ഒരുങ്ങി. പുണ്യ റമദാൻ മാസത്തിൻ്റെ ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും ദിനരാത്രങ്ങൾക്ക് ശേഷം കാത്തിരിക്കുന്ന പെരുന്നാൾ സുദിനത്തിൻ്റെ തിരക്കിലാണ് വിപണികൾ. വൈവിധ്യമാർന്ന തൊപ്പികൾ തന്നെയാണ് വിപണിയിലെ താരങ്ങൾ. ഇന്ത്യൻ ഇനവും വിദേശ ഇനങ്ങളും വിപണി കീഴടക്കുമ്പോൾ ഒരു കാലത്ത് പാരമ്പര്യത്തിൻ്റെ ഓർമ്മപ്പെടുത്തലുകളുമായി തിളങ്ങി നിന്നിരുന്ന തളങ്കരത്തൊപ്പിയും തൃക്കരിപ്പൂർ തൊപ്പിയും വിസ്തൃതിയിലായി. ഉൽപ്പാദനം ഇല്ലാത്തതും ആവശ്യക്കാർ കുറഞ്ഞതും സ്ഥലനാമങ്ങൾ അടയാളപ്പെടുത്തിയ പാരമ്പര്യത്തിൻ്റെ തൊപ്പികൾ അപ്രത്യക്ഷമായി. 20 രൂപ മുതൽ 600 രൂപ വരെയുള്ള തൊപ്പികളാണ് ഇന്ന് വിപണിയിൽ സജീവമാണ്. വിദേശ ഇനങ്ങളിൽ ഒമാനിയും തുർക്കിയും ഇന്തോനേഷ്യയും തൊപ്പികളിലെ വിസ്മയ കാഴ്ചയൊരുക്കി മിന്നും താരങ്ങളായി നിൽക്കുമ്പോൾ പള്ളിത്തൊപ്പിയും ഓലത്തൊപ്പിയും മർക്കസ് തൊപ്പിയും പിറകോട്ടില്ലാതെ ചെറിയ പെരുന്നാൾ കളറാക്കാൻ വിപണിയിൽ സജീവമാണ്. കൈകൊണ്ടുണ്ടാക്കുന്ന നോക്കിയാണ് നൂലുകൊണ്ടുണ്ടാക്കുക കൈകൊണ്ട് തുന്നിണ്ടാക്കുന്ന എമ്മിൽ നിന്ന് നോക്കിയാണ്. ഇത് രാമത്തൊപ്പിയാണ്. സംഘാരശാലയൊക്കെ ഉപയോഗിക്കുന്ന രാമത്തൊപ്പിയാണ്. അതുപോലെ പാലക്കാട് തങ്ങളൊക്കെ ഉപയോഗിക്കുന്ന തൊപ്പിയാണ് ഇത്. കറുത്ത തൊപ്പി പഴയകാലത്ത് നല്ല കൈകൊണ്ടുണ്ടാക്കുന്ന തൊപ്പിയാണ്. പുറത്ത് രാമത്തൊപ്പിയാണ്. പള്ളിയിൽ ഉപയോഗിക്കുന്ന തൊപ്പിയാണ്. എല്ലാ പള്ളിയിലും ഉപയോഗിക്കാൻ വേണ്ടി കൊണ്ടുവന്ന തൊപ്പിയാണ്. പിന്നെ അതുപോലെ ഇതിന് പാഴത്തൊപ്പിയുണ്ട് പള്ളിയിൽ ഉപയോഗിക്കുന്ന. ഇത് ഓല ഉണ്ടാക്കുന്ന പാഴത്തൊപ്പിയാണ്. പഴയ കാലത്തൊക്കെ ഉപയോഗിക്കുന്ന തൊപ്പിയാണ് ഇത്. അത് ഒഴിവാക്കിയിട്ട് പ്ലാസ്റ്റിക് തൊപ്പിയിലേക്ക് വന്നിട്ടുണ്ട്. കൂടുതൽ പ്ലാസ്റ്റിക് തൊപ്പിയാണ് ഉപയോഗിക്കുന്നത്. ഇന്തോനേഷ്യൻ തൊപ്പി ഒമാനി തൊപ്പിയാണ് പുതിയ ട്രെൻഡ്. ഇന്തോനേഷ്യയാണ് എല്ലാവരും ഉപയോഗിക്കുന്നത്. പഴശ്ശിമാരും അതുപോലെ ചെറുപ്പക്കാരും എല്ലാവരും ഉപയോഗിക്കുന്നത്. ഒമാനി തൊപ്പിയാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ പോകുന്നത്. അതുപോലെ തുർക്കി തൊപ്പിയുണ്ട്, അതുപോലെ ബംഗ്ലാദേശിൻ്റെ തൊപ്പിയുണ്ട്, അതുപോലെ ഇന്തോനേഷ്യൻ തൊപ്പി ലഘുവായിട്ട് എല്ലാവരും ഉപയോഗിക്കാൻ തൊപ്പിയുണ്ട്. നമുക്ക് 20 രൂപ മുതൽ 600 രൂപ വരെയാണ് തൊപ്പികളുടെ സ്റ്റോക്കാണ്. ഇവിടെ നല്ല ഇനം തൊപ്പികൾക്ക് ലഭിക്കാൻ കഴിയും. കാരണം ഇവിടെ ഒരുപാട് സെലക്ഷനുകളുണ്ട്, ഒരുപാട് ഐറ്റം സാധനങ്ങൾ, നല്ല നല്ല മോഡലുകൾ നമുക്ക് ഇവിടെ ലഭിക്കാൻ പറ്റുന്നതാണ്. ഇവിടെ പഴങ്ങാടി പ്രദേശത്ത് വെച്ച് നമുക്ക് ഏറ്റവും സെലക്ഷനുള്ള ഒരു കടയാണ് ഹിറാബ് സ്റ്റാൾ എന്നുള്ളത്. ഇവിടെ നമുക്ക് വേണ്ട തുണികൾ, അതുപോലെ കിതാബുകൾ, മുസാഫുകൾ തുടങ്ങിയിട്ടുള്ള ഒരുപാട് അത്തറുകൾ, വിവിധതരം എല്ലാ സെലക്ഷനുള്ള അത്തറുകളും മറ്റൊക്കെ ഇവിടെ നമുക്ക് ലഭിക്കാൻ സാധിക്കും.